5 നേരം നിസ്കരിക്കുന്ന കുഞ്ഞാപ്പ പറയുന്ന പച്ച നുണയൊന്ന് കേട്ടെ. നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പള്ളിയിൽ പോയി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വ്യക്തി സംശുദ്ധനായിരിക്കണം, അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരിക്കലും നല്ലൊരു ദീനി കള്ളം പറയാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നിയമസഭയിൽ കുട്ടനാട് MLA ആയിട്ടുള്ള റെജി ചെറിയാൻ ചമ്പക്കുളം മൂലം വള്ളംകളിയോടനുബന്ധിച്ച് പ്രാദേശിക അവധി വേണമെന്ന ചോദ്യം ചോദിച്ചപ്പോൾ പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് മേനോൻ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ട് ഇരുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് കേൾക്കാത്തവർ അതൊന്ന് കേട്ടെ. കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്ന. ശ്രീ കേട്ടല്ലോ, ഇത് ഏത് വിഷയത്തിലാണ്? പ്രാദേശികമായിട്ടുള്ള അവധി കൊടുക്കാൻ പറ്റില്ല, അത് പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അത് ഒരു കാരണവശാലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കാര്യത്തെ കുഞ്ഞാപ്പ പറഞ്ഞ കേട്ടെ. 5 നേരം നിസ്കരിക്കുന്ന ദീനി, ഈ ദീനിയൊക്കെ സ്വർഗത്തിൽ കേറ്റാങ്കി പടച്ചോ ഇല്ലെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കും. ഇത് കേട്ടെ. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിന്റെ ഇടയിൽ ചോദ്യം വന്നപ്പോ അത് എണീറ്റെന്ന് ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എന്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എന്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞ സംസാരമാണ്. അത് ഉടനെ ഞങ്ങൾ ഇവിടുത്തെ വാർത്തയാക്കി നോക്കും. അല്ലാതെ അത് കുട്ടനാട് MLA അല്ലാന്ന് ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. ഇടക്കുണ്ടായ സംഭവങ്ങളൊക്കെ കൂടി ഞങ്ങളെ പെരടിക്ക് വെക്കണ്ട. ഞങ്ങൾക്ക് പുതിയ ഖനനം ആലപ്പുഴ തീരമേഖലകളിലൊന്നും പുതിയ ഖനനത്തിന് പറ്റൂല. ഞങ്ങൾ ഒരു സംശയവും വേണ്ട, പുതിയ ഖനനവും അത് സ്വകാര്യ മേഖലക്ക് കൊടുക്കലും, ഈ രണ്ടും ഉണ്ടാവില്ല, ഉറപ്പ്. ഇപ്പോൾ വെച്ചിരിക്കുന്ന MOUനെ പറ്റിയൊക്കെ പത്രങ്ങളിൽ മലയാള മനോരമയിലൊക്കെ ലേഖനമായിട്ട് വന്നിരുന്നു. ഞാനത് സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളത് മുഴുവനൊന്ന് എടുത്തു നോക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയും എഗ്രിമെൻറ്റും ഡീലും MOU ഒക്കെയാണത്. അതിനെ സംബന്ധിച്ച് ഡീൽ ചെയ്യാൻ മറ്റൊരർത്ഥത്തിലൊന്നുമല്ല പറയുന്നത് കേട്ടോ. എന്തുതന്നെയാണെങ്കിലും ശരി, ഞങ്ങളത് വിശദമായിട്ട് പഠിച്ചിട്ടല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകും. കാവൽ മന്ത്രിസഭയുടെ സമയത്ത് കുറഞ്ഞ ദിവസം കൊണ്ട് അതിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി കൊടുക്കാനുള്ള നീക്കം പിണറായി സർക്കാർ നടത്തിയെന്ന് പറയുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് സംബന്ധിച്ച് നടന്നതൊക്കെ ഞങ്ങൾ എടുത്തു നോക്കും. ഇതിനിടയ്ക്ക് ഞങ്ങളെ മുമ്പിൽ ഒരു MOU സൈൻ ചെയ്യുന്ന വിഷയം വന്നു. MOU സൈൻ ചെയ്യാൻ ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ല. പുതിയ ഗവൺമെന്റിനെ പഠിക്കാൻ സമയം കൂടി എല്ലാം പഠിച്ചതിന് ശേഷമേ പറയുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതല്ലേ എല്ലാവരുടെയും ആശങ്ക. അത് ഇവിടെ ദൂരീകരിച്ചു തരാം. സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ല, പുതിയ ഖനനം ഉണ്ടാവില്ല. മദ്യം വിൽക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ ലീഗിന്റെ നയം? ഒരു ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണ്ട. UDFന്റെ നയം ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ലീഗ് എന്നും ഇത് തന്നെയുള്ളു. അതിമേലൊരു ട്വിസ്റ്റിന് വേണ്ടി ഇല്ല. നല്ല സ്ട്രൈറ്റ് അല്ല, അതൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ മറുപടിയിലുണ്ട്. പുതിയ ഗവൺമെന്റ് ഒരിക്കലും തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അത്തരം ഞങ്ങൾ വിമർശിക്കപ്പെട്ട പാളിച്ചകളൊന്നും നടപ്പിലാക്കില്ല. ഞങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. മദ്യം സംബന്ധിച്ച് ഞങ്ങളെ നയം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് UDF ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം. UDFൽ ലീഗും ഉണ്ട്. ലീഗ് ആ കാര്യം നല്ലപോലെ നോക്കും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നയം നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാണ്. ഈ സഭയിൽ ഈ കുട്ടനാട് MLA ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി അവധിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് താങ്കളോടാണ് പറഞ്ഞത്. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതിന്റെ ഇടയിൽ ചോദ്യം വന്നപ്പോ അത് എണീറ്റെന്ന് ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞ സംസാരമാണ്. അത് ഉടനെ ഞങ്ങൾ ഇവിടുത്തെ വാർത്തയാക്കി നോക്കും. അല്ലാതെ അത് കുട്ടനാട് MLA അല്ലാന്ന് ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. വേറെ ലോകത്തിനെ പറ്റിക്കാൻ എന്നെ പറ്റിക്കാൻ പറ്റൂല. കുഞ്ഞാപ്പയുടെ എത്ര മനോഹര നുണ! അത് കേട്ടപ്പോ ഈ നാട്ടിലെ മണ്ടന്മാരായിട്ടുള്ള ലീഗുകാരെല്ലാം കൂടി, അല്ലെങ്കിൽ മൂരിബുദ്ധികളായിട്ടുള്ളവർ തൊണ്ട തൊടാതെ അല്ലെങ്കിൽ തൊള്ള തൊടാതെ വിഴുങ്ങുമായിരിക്കും. പക്ഷെ തിരിച്ചൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയോടാണ്
കുട്ടനാട് MLA ആയിട്ടുള്ള വ്യക്തി സബ്മിഷൻ അവതരിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാതെ കുഞ്ഞാപ്പയായിട്ട് അദ്ദേഹം സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു അത്രേ. അപ്പോൾ സ്വന്തം മുന്നണിയിലെ അംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും കേൾക്കാത്ത വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെതായ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കുഞ്ഞാപ്പയുടെ പ്രതികരണം. എന്തോ ഒരാൾ പറഞ്ഞു, അത് കേൾക്കാതെ പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് അവിടെ ഇരുന്നതിന് ശേഷം പറഞ്ഞതാണത്രേ എന്നോട് ഒരു കാരണവശാലും ഞാൻ കൊടുക്കാൻ പോണില്ല. സിറാത്ത് പാലം കടക്കാൻ വേണ്ടി ഇരിക്കുന്ന 5 നേരം പ്രാർത്ഥിക്കുന്ന ദീനിയാണ്. ഇനി അങ്ങനെ ഒരു സങ്കല്പം ഈ നാട്ടിൽ ഇല്ലെന്ന് എല്ലാവരും വിശ്വസിക്കേണ്ടി വരും. അല്ലാതെ ഈ പെരുന്നുണയൊക്കെ അധികാരത്തിന്റെ അപ്പക്കഷണത്തിനു വേണ്ടി 5 നേരം നിസ്കരിക്കുന്ന ഒരു ദീനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചൂടെ, ഈ ചെറിയ കാര്യത്തിൽ ഇത്രയും വലിയ കള്ളം പറയുന്ന വ്യക്തി ബാക്കിയുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും? ദീനിയൊക്കെ ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം കാപട്യമാണെന്ന് കുഞ്ഞാപ്പമാർ തെളിയിക്കുകയാണ്. മലപ്പുറം AR സഹകരണ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിക്കുന്നു, പലിശ ഹറാമാണ്, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ച ഹറാമല്ല, അത് ഹലാലാണെന്ന് വിചാരിക്കുന്ന അതേ മനോഭാവക്കാർക്ക് പടച്ചോനും മതവും അല്ല എന്ന് പറഞ്ഞാൽ വെറും കച്ചവടമാണ്. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ഷാജി എങ്ങനെയാണോ മുട്ടിലെഴയുന്നത്, അതിനേക്കാൾ തീവ്രമായ നിലയിൽ എങ്ങനെയാണ് മേനോൻ എന്ന സംഘി മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞാപ്പ മുട്ടിലെഴയുന്നത് കണ്ടിട്ട് ലീഗന്മാരെ നിങ്ങൾക്ക് നാണം വരുന്നില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ.